JDS കേരള ഘടകം ഒറ്റയ്ക്ക് നിൽക്കാൻ തീരുമാനം. HD ദേവഗൌഡയുമായോ CK നാണു വിഭാഗമായോ സഹകരിക്കില്ല. സംസ്ഥാന നേതാക്കൾ ദേശീയ ഭാരവാഹിത്വം രാജിവെക്കും. അതേസമയം കൂറുമാറ്റ നിരോധന നിയമം മറികടക്കാനായി മാത്യു ടി തോമസും K കൃഷ്ണൻകുട്ടിയും ദേശീയ ഭാരവാഹിത്വം തുടരും. JDS ദേശീയ നേതൃത്വം കർണാടകയിൽ NDAയുമായി മുന്നണി പങ്കിട്ടതോടെ പ്രതിസന്ധിയിലായ കേരള ഘടകം പ്രശ്നപരിഹാരത്തിനായുള്ള നീക്കങ്ങൾ തകൃതിയായി നടത്തുകയാണ്. ദേശീയ നേതൃത്വത്തിന്റെ പാത ഒരിക്കലും കേരളത്തിൽ സ്വീകരിക്കാനാകാത്തതിനാൽ ദേവഗൌഡയുമായുള്ള ബന്ധം വിച്ഛേദിക്കുമെന്ന് നേരത്തെ സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ മന്ത്രി ഉൾപ്പെടെ 2 MLAമാരുള്ള കേരള ഘടകത്തിന് ദേശീയ നേതൃത്വവുമായുള്ള കൂട്ടുകെട്ട് ഉപേക്ഷിച്ചാൽ ഉണ്ടാകുന്ന കൂറുമാറ്റ നിരോധന നിയമ പ്രശ്നങ്ങൾ അലട്ടുകയാണ്. അതിനാൽ ദേശീയ നേതൃത്വത്തെ പൂർണ്ണമായും തള്ളിപ്പറയാൻ പറ്റാത്ത സ്ഥിതിയിലാണ് MLAമാരായ മാത്യു ടി തോമസും K കൃഷ്ണൻകുട്ടിയും. ഇതിനിടെയാണ് സംസ്ഥാനത്ത് CK നാണുവിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം യോഗം ചേർന്ന ദേവഗൌഡയുടെ നേതൃത്വത്തെ തള്ളുകയും നാണുവിനെ ദേശീയ അധ്യക്ഷനായി പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഇതോടെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുകയും കൃത്യമായ നിലപാട് സംസ്ഥാനത്ത് സ്വീകരിക്കാൻ 2 MLAമാർ അടങ്ങുന്ന നേതൃത്വം സമ്മർദ്ദത്തിലാവുകയും ചെയ്തു. ഇതിനിടെ സംസ്ഥാന ഘടകത്തെ വെട്ടിലാക്കി CK നാണുവാകട്ടെ താനാണ് യഥാർത്ഥ നേതൃത്വമെന്ന് കാട്ടി LDFന് കത്തു നൽകുകയും ചെയ്തു. NDA വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന JDS തങ്ങളാണെന്നും മറ്റുള്ളവർക്ക് മുന്നണിയിൽ സ്ഥാനമില്ല എന്നും നാണു വ്യക്തമാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ LDFനെ ബാധിക്കാതിരിക്കാൻ ഉചിതമായ തീരുമാനമെടുക്കാൻ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും ഉൾപ്പെട്ട നേതൃത്വം യോഗം ചേർന്നു. ദേവഗൌഡയുടെ ദേശീയ നേതൃത്വവുമായും CK നാണു വിഭാഗവുമായും ബന്ധം വിച്ഛേദിച്ച കേരള ഘടകം ഒറ്റയ്ക്ക് നിൽക്കാനാണ് JDS തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാന നേതാക്കളായ ജോസ് തെറ്റയിൽ, നീലലോഹിതദാസൻ നാടാർ തുടങ്ങിയവർ ദേശീയ ഭാരവാഹിത്വം രാജിവെക്കും. എന്നാൽ കൂറുമാറ്റ നിരോധന നിയമം മറികടക്കാൻ മാത്യു ടി തോമസും K കൃഷ്ണൻകുട്ടിയും ദേശീയ ഭാരവാഹിത്വം തുടരാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ പാർട്ടി ചിഹ്നത്തിലും കൊടിയിലും ഇപ്പോഴും സംസ്ഥാന ഘടകത്തിന് ധാരണയുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം.